ഹായ് സുഹൃത്തുക്കളെ, ഏവർക്കും ഗീമാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബന്നാർഘട്ട നാഷണൽ പാർക്കാണ്. 1971 ഇത് നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത്. ഇവിടെ നമുക്ക് കടുവ, സിംഹം, കരടി തുടങ്ങിയ വന്യമൃഗങ്ങളെയൊക്കെ അടുത്ത് നിന്ന് തന്നെ കാണാം. സാധാരണയായിട്ട് പാർക്ക് ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് 9:30 AM ടു ഈവനിങ് 5 o'clock വരെയാണ്. ചൊവ്വാഴ്ചകളിൽ പാർക്ക് ക്ലോസ്ഡ് ആണ്. ബാംഗ്ലൂരിൽ ടൂറിനായിട്ടൊക്കെ വരുന്നവർക്ക് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ബന്നാർഘട്ട നാഷണൽ പാർക്ക്. മോർണിംഗ് ടൈമിലാണ് നിങ്ങൾ പാർക്കിൽ എത്തുന്നതെങ്കിൽ ഫസ്റ്റ് സൂ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സന്ദർശിക്കുന്നതാവും നല്ലത്. കാരണം ആ സമയത്ത് വെയിൽ കുറവായതുകൊണ്ട് തന്നെ ബട്ടർഫ്ലൈ സഫാരി പാർക്കിലും സൂവിലും ഒക്കെ നമുക്ക് നടന്നുകൊണ്ട് തന്നെ കാണാവുന്നതാണ്. സൂവിലേക്ക് ഒരു ചെറിയൊരു വെഹിക്കിൾ അവൈലബിൾ ആണ്. പക്ഷേങ്കിൽ കാൽനടയായിട്ട് നടന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. അതേപോലെ ഉച്ച സമയത്താണ് നിങ്ങൾ എത്തിയതെങ്കിൽ ഡയറക്റ്റായിട്ട് സഫാരിക്ക് വേണ്ടി പോകുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞ് വന്നിട്ട് സൂയിലും അതേപോലെ ബട്ടർഫ്ലൈ പാർക്കിലൊക്കെ പോകാവുന്നതാണ്. ബട്ടർഫ്ലൈ പാർക്കിലേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് 50 rupees ആണ്. സഫാരിക്ക് നോർമൽ ബസ് റേറ്റ് എന്ന് പറയുന്നത് 300 to 400 rupees ആണ്. AC ബസ് ആകുമ്പോൾ കുറച്ചുകൂടെ ചാർജ് കൂടുതലാണ്. അതേപോലെ തന്നെ ട്രക്ക് സർവീസും അവൈലബിൾ ആണ്. ഒരു 2-3 മാസം മുന്നേ ഒരു ലേഡീനെ ഒരു പുലി അറ്റാക്ക് ചെയ്തിരുന്നു. അത് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു നെറ്റ് ഉണ്ടല്ലോ, ആ ഒരു നെറ്റ് എന്ന് പറയുന്നത് താഴെ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഒരു സൈഡിലൂടെയാണ് ആ ലേഡിയെ പുലി അറ്റാക്ക് ചെയ്തേക്കുന്നത്. അതിൻ്റെ പുറമേ ആയിട്ടൊരു ഗ്ലാസ് വരുന്നുണ്ടായിരുന്നു. അത് അവർ ക്ലോസ് ചെയ്തിട്ടും ഇല്ലായിരുന്നു. ആണ് അങ്ങനെ ഒരു ഇത് പറ്റിയേക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് ഈ ഒരു ഫസ്റ്റ് ഹെർബിവോറസ് എന്ന് പറഞ്ഞിട്ടൊരു ഗേറ്റാണ് ഓപ്പൺ ആക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ കാർണിവോറസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിലേക്ക് പോകുന്നത്. അപ്പം ആ ഗേറ്റ് ഓപ്പൺ ആക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ ബസ്സിലെ ഡ്രൈവർ വന്നിട്ട് നമ്മുടെ ഈ ഗ്ലാസ്സൊക്കെ ക്ലോസ്ഡ് ആണോ, ഫുൾ സേഫ്റ്റി ഒക്കെ നോക്കിയതിന് ശേഷമാണ് കാർണിവോറസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് എൻ്റർ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നന്നായിട്ട് സേഫ്റ്റിയൊക്കെ അവർ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല.